ഞാനങ്ങ് മണ്ടനാന്ന്. നീ എന്നെ കോടതി കയറ്റിയാലേ എന്റെ മോളെ സാക്ഷി പറയാൻ വരത്തില്ല അല്ലേ മക്കളെ? അതാണ് അൾട്ടിമേറ്റ് മണ്ടൻ. അത് തന്നെ. എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ? ഞാനൊരു ക്രിസ്മസ് വിഷു കാണാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലയോ ക്രിസ്മസിന് വിഷുവാന്നും പറഞ്ഞമാര് കയറി വരുമെന്ന്. ക്രിസ്മസിന് ഞാൻ ആശംസ പറയാൻ വേണ്ടി വന്നത്. ആശംസ പറയാൻ വന്നല്ലടാ, എന്റെ ആശ്വാസം കളയാൻ വേണ്ടി വന്ന. കേട്ടോടോ ഞാൻ തന്നോട് ആ കാര്യം തുറന്നു പറയാൻ വേണ്ടി പോവാ. ഞാനും ഈ നിൽക്കുന്ന രേഷ്മയും തമ്മിൽ ഇഷ്ടത്തില്ല. ഇല്ലേടി? ഇല്ലേടി? ഇല്ലെന്ന്. എടാ എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ നിനക്ക് എന്താടാ അർഹതയുള്ളത്? എന്താടാ നിനക്ക് സ്വന്തമായിട്ടുള്ളത്? ഒരു ആക്റ്റീവേ ഉണ്ടല്ലോ. അത് കെട്ടിപ്പൊറിഞ്ഞ കഷത്തി വെച്ചാ മതി. എടാ എനിക്കറിയാം, നിനക്കറിയാമോ എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നിനക്കറിയാമോടാ? എന്നും വൈകുന്നേരം ഗേറ്റ് അടയ്ക്കാൻ നേരത്തെ ഞാൻ ചോദിക്കും, അത്താഴ പ്രശ്നക്കാരുണ്ടോ, അത്താഴ പ്രശ്നക്കാരുണ്ടോ എന്ന്. എന്താ ആരെങ്കിലും വരുമോ? എടാ ഒരു ദിവസം ഞാൻ ഇതുപോലെ ചോദിച്ചപ്പോഴേ ഒരുത്തൻ കേറി വന്നു. എന്നിട്ട് അവന് കൊടുത്തോന്നോ? കവല വരെ അടിച്ചിട്ട് ഞാൻ ഓടിച്ചിട്ട് കൊടുത്തവന്. എന്ത് കാര്യത്തിനാണ്? എടാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു കാര്യം ചോദിക്കുന്നവരെ ഇവൻ ഇങ്ങനെ ചാടിക്കേറി വരുന്ന കാര്യമുണ്ടോ? ഇവനൊക്കെ എന്താ തിന്നാതെ കുടിക്കാതെ മുഴുത്ത ഭ്രാന്താ കേട്ടോ. അല്ലാതെ ഇയാൾ ഇങ്ങനെ പറയത്തില്ല. അതല്ലെന്ന്. എടാ എന്റെ വീടിന്റെ അന്തസ് ഇങ്ങനെയൊക്കെയാണ്. എന്റെ വീടിന്റെ സ്റ്റാറ്റസ് എന്ത് വേടാ? ഇയാളിത് ചോദിക്കുമെന്ന് എനിക്കറിയാം. എന്റെ വീട്ടിലുള്ള എല്ലാവരും ഇട്ടിട്ടുണ്ട് സ്റ്റാറ്റസ്. എന്റെ അമ്മൂമ്മ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ക്രിസ്മസിൽ സന്തോഷമായിരിക്കും. ക്രിസ്മസിന് സന്തോഷമല്ല എന്റെ അമ്മൂമ്മയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് അല്ല, പിന്നെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് പറയടാ, അന്തസ് പറയടാ. എന്റെ കുടുംബത്തിന് അന്തസ്സുണ്ട്. ഇല്ലേടി? ഇല്ലേടി? ഇല്ലെന്ന്. നിങ്ങളെന്നാ നോക്കിക്കോ, ഞാൻ വിളിച്ച എന്റെ രേഷ്മ എന്റെ കൂടെ ഇറങ്ങിപ്പോരും. ഇല്ലേടി? ഇല്ലേടി? പിടിക്കണത് എന്റെ വീട്ടിൽ കയറി വന്ന് ഇല്ല പറയുന്നത് എന്റെ ഇല്ല ഞാൻ എവിടെ കൊണ്ടുവെക്കും? ഞാൻ പറയുമ്പോഴാ ഇല്ല, ഇനിയും ഇല്ലടാ. മുടിയണേ. ഒരു മിനിറ്റ് എടി, 5 മണി വരെ എനിക്ക് ഉമ്മ തന്നോണ്ടിരുന്ന നീ ഓണി കൂടെ ഞാനിപ്പോ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും എന്നെ ഇഷ്ടമല്ലെന്ന് പറയാനുള്ള കാരണം എന്നാടി? അതെ, ഞാൻ നിങ്ങളുടെ കൂടെ പുതിയതായതുകൊണ്ട് ചോദിക്കുക, ഇത് ഡയലോഗ് പറഞ്ഞു പോയതാണോ? അല്ല, ലോജിക്ക് വലിച്ചു നീട്ടുവാ. ചേട്ടാ, അത് പിന്നെ അച്ഛനുണ്ടല്ലോ അമേരിക്കയിലുള്ള ഒരു ഡോക്ടറുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചേക്കുവാ. അതുകൊണ്ട് ചേട്ടാ അത് ഞാൻ സമ്മതിച്ചില്ല. അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്റെ മോളോട് ഞാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. എന്താണ് ആത്മഹത്യ ചെയ്യണില്ലേ? എനിക്ക് സൗകര്യമല്ലേ, എനിക്ക് സൗകര്യമുള്ള തലപ്പരാന്ന് തോന്നുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിനക്ക് എന്നെ വേണ്ട. അതുകൊണ്ട് ചേട്ടൻ വേറെ നല്ലൊരു പെണ്ണിനെ, സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണം. ഇത് ഞാൻ വിശ്വസിക്കണായിരിക്കും. വിശ്വസിക്കാതെ ഒക്കത്തില്ലല്ലോ. എടി, നിന്റെ പ്ലേറ്റിൽ കിടന്ന ഒരു ഉണക്കമീനി പാവപ്പെട്ടവനെടുത്തേന് ചപ്പാത്തി പോലെയൊക്കെ തല്ലിപ്പുള്ളിന് നീ ഐസിയിലിട്ടില്ലേടി? നീ പുള്ളി മരിക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നെ വേണ്ടെന്ന് വെക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. അമേരിക്കൻ പുളിങ്കമ്പ് കണ്ടപ്പോഴേക്കും ഇവള് വീണു. ഇല്ലേടി? ഇല്ലേടി? ഞാനുണ്ടല്ലോ, എനിക്ക് ദേഷ്യമുണ്ടല്ലോ ആവശ്യമില്ലാതെ. അമേരിക്ക പുളിങ്കമ്പ് ഇല്ലെന്നാ എനിക്ക് ഭ്രാന്ത് പഠിക്കണേ. വട്ടന്റെ അടുത്ത് കയറി മിണ്ടരുത്. ഞാനൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാൻ പണിയെടുക്കുന്ന പൈസയൊന്നും എന്റെ അമ്മ തിന്നിട്ടില്ല. നീ കൊണ്ട് കൊടുക്കത്തില്ലയോ? അതല്ല, മൊത്തം തിന്നത് ഇവളാ. അറിയാമോ? എന്റെ പാവപ്പെട്ട അമ്മ അയൽക്കൂട്ടത്തിൽ നിന്ന് മാട്ട കട്ടൻ ചായ കുടിക്കുമ്പോ ഇവക്ക് ഞാൻ മേടിച്ചു കൊടുത്തെന്നു ചോദിക്ക്. ഷാർജ ഷെയ്ക്ക് ഞാൻ കുത്തരം കിട്ടിയാ പോലെ. അതും ഐസ്ക്രീം ഇട്ടത്. ഐസ്ക്രീം ഇട്ട് ഷാർജ ഷെയ്ക്ക്. എന്റെ മോൾ അത്രയ്ക്കും വളർന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ ഫോണിൽ ചാറ്റിങ്ങും ചുറ്റിങ്ങും മാത്രമേ ഉള്ളായിരിക്കുമെന്ന്. പുറത്തു പോയി ഇവന്റെ കൂടെ ഷാർജ ഷേക്ക് തിന്നില്ലയോ? എന്നെ തുടർന്നാ മാറിക്ക്. പറ്റിപ്പോയി. പറ്റിയതോ പറ്റി. ഒരു ഇച്ചിരി കവറിനകത്ത് എനിക്ക് കൊണ്ട് തരത്തില്ല. എനിക്ക് വലിയ കൊതി. എന്തുവാടാ മക്കളെ ഇതിനകത്ത് ചേർക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഇതൊക്കെ ചേർക്കുമായിരുന്നു. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. വേറെ ചേർക്കും. അത് ചേർക്കുന്നതല്ല, പിന്നെ എക്ലെയർ, ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, വേർഫിൽസ്, ഇതൊക്കെ എന്നാന്നറിയാമോ? ഇതൊക്കെ ഏത് രാജ്യക്കാരാ? രാജ്യക്കാരില്ല, വില കൂടിയ ചോക്ലേറ്റുകളാണോ. ഇത് കണ്ടിട്ടുണ്ടോ? തിന്നിട്ടുണ്ടോ? കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ തിന്നൂടെ? ഇതൊക്കെ ഞാൻ അവക്ക് മേടിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും എന്റെ ചേട്ടന്റെ മക്കള് നാരങ്ങാ മിഠായും ജീരക മിഠായും അല്ലാതെ ഒരു പുല്ലും കണ്ടിട്ടുമില്ല, തിന്നിട്ടുമില്ല. ഇന്നലെ എന്റെ ചേട്ടന്റെ ഇളയ ചെറുക്കൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, കൊച്ചിച്ച ഒരു ചോക്ലേറ്റ് തരാമോന്ന്. ഞാൻ അവന് ഇഞ്ചി മിഠായി കൊടുത്ത് പറ്റിച്ച്. അപ്പോഴും ഉണ്ടായിരുന്നു എന്റെ പോക്കറ്റില് ചോക്ലേറ്റ്. ഇനി വാലന്റൈൻസ് ഡേക്ക് ഞാൻ നമുക്ക് എന്താ മേടിച്ചു കൊടുത്തേ ചോദിക്ക്. എന്താ വാങ്ങിച്ചു കൊടുത്തേ? പട്ടുസാരി. ഞാൻ കുത്തരം കിട്ടിയാ പോലെ. അതിന് എത്ര രൂപയെന്ന് പോയി ചോദിക്ക്. 4000 രൂപ. ഉത്തരം കിട്ടിയാ പോയടോ. സാരി എന്തേ മക്കളെ? അലമാരിക്കകത്ത് മടക്കി വെച്ച അവിടെ ഇരിക്കട്ടെ. ഡോക്ടറുമായിട്ടുള്ള കല്യാണത്തിന്റെ റിസപ്ഷൻ നമുക്ക് കൊടുക്കാം. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ഇയാളെ പുറകിൽ നട്ടലാണോ അതോ റബ്ബറാ? അത് ഗിന്നസ് ബുക്കിലൊന്നും അപേക്ഷിക്കണം. തലച്ചോറില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. എന്നെ കുറിച്ചാ
ഞാൻ്റെ അതും ക്രെഡിറ്റ് ആക്കി എടുത്തേക്കണം. എടി ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നിനക്ക് അമേരിക്കക്കാരനെ മതിയോ? അമേരിക്കക്കാരൻ മതി. എടി നീ പറഞ്ഞത് ഞാൻ നിന്റെ ഞരമ്പാന്നല്ലേ എടി? അങ്ങനല്ല പറഞ്ഞത്, പിന്നെ? ചേട്ടനെ കണ്ടാലേ ഒരു ഞരമ്പാന്നാ പറഞ്ഞത്. അങ്ങനെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ അത് മാത്രമല്ല, നീ പറഞ്ഞില്ലേടി എന്നെ കാണാൻ വിജയനെ പോലെയാന്ന്. അത് ശരിയാ, പക്ഷെ ഫ്രണ്ട്സ് സിനിമയിലെ ക്ലൈമാക്സിലെ വിജയില്ല, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പട്ടിത്താറ്റും പരിഹാസവും. ഞാനെന്നാ പോയേക്കുവാ. ഇത്രയും നാൾ ഇവളെ പ്രേമിച്ച ഒരു കുറ്റമല്ലേ ഞാൻ ചെയ്തുള്ളൂ. ആ നീ ചെയ്ത് തെറ്റാ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കൊരു ഫോട്ടോ എടുത്തു തരുമോ? നിന്റെ കൂടെ ഒരു ഫോട്ടോ സൂക്ഷിച്ചു വെക്കാനാ. ഫോട്ടോ എടുക്കല്ലേ? ഫോട്ടോ എടുക്ക. ഫോട്ടോ എടുക്കണ്ട, ശരിയാവത്തില്ല. ഒരു കാര്യം ചെയ്യാ, ഇതോടെ ഈ ശല്യം അങ്ങ് തീരുവല്ലോ. ഒരു ഫോട്ടോ എടുത്താൽ കൂട്ട്. ഞാനാന്ന് എടുക്കണ്ടി. പിന്നെ ഞാനാണ് എടുക്കുന്നത്. ശരിക്കും എന്നോണം കേട്ടോ. എടാ ഞാനാന്നല്ലോ ഈ കാണുന്ന മൊത്തം. തിരിച്ചു നോക്കാം. ആ അവിടെ എന്താണ്? റെഡി റെഡി. ഒരെണ്ണം എടുക്കും. 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നിന്റെ കല്യാണം നടക്കണിരിക്കുന്നു കാണാനുണ്ട്. ഞാൻ നിന്റെ അമേരിക്കക്കാരനായ ഭർത്താവിനോട് പറയും, നീ ഞാൻ റിലേഷൻഷിപ്പിലാണ്, ഞങ്ങൾ ഒരുപാട് തവണ കറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു, അവൻ നിന്നെ വേണ്ടെന്ന് വെക്കുന്നു. എങ്ങനെയുണ്ടടി എന്റെ ബുദ്ധി പറയും? അവസാനം എന്റെ ബെഞ്ചിന് വേണ്ടി നീ ഇത് പറയുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ മാസ്ക് വലിച്ച് എന്റെ മോന്ത കിട്ടത്. ഇപ്പൊ എങ്ങനെ ഉണ്ട്? വന്ന് മുഖത്ത് കയറിയായിരുന്നു. മാസ്ക് ഇല്ലാത്ത ഒരു ഫോട്ടോ എടുത്തേ. മാസ്ക് ഇല്ലാത്ത ഒരു ഫോട്ടോ. മാസ്ക് ഇല്ലാത്ത ഫോട്ടോ അല്ല, നിന്റെ ചെവിക്കല്ലടിച്ച് വെളി കളയണം. ഇറങ്ങാ വെളി. എന്നാ രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാം. ആ ഹാപ്പി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഓയോ